Dear students, in this video we are going to discuss about the previous year's questions that is coming from the chapter Photosynthesis in Higher Plants. So the first question, plants that are adapted to tropical region have special type of carbon dioxide fixation in addition to the C3 cycle. Question മനസ്സിലായോ? ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സുകൾക്ക് C3 സൈക്കിൾ കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് കൂടിയുണ്ട്, അല്ലെങ്കിൽ വേറൊരു പാത്വേ കൂടിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് നെയിം ദിസ് പാത്വേ, ഏതാണ് ആ പാത്വേ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ക്യാൻ യു ഐഡൻറ്റിഫൈ എനി സ്പെഷ്യാലിറ്റി ഇൻ ദ ലീഫ് അനാറ്റമി ഓഫ് സച്ച് പ്ലാന്റ്സ്, ഇഫ് സോ വാട്ട് ഈസ് ദിസ് അനാറ്റമി കോൾഡ്? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അതിലെ ലീഫ് അനാറ്റമിക്ക്, അത്തരം പ്ലാന്റ്സുകളുടെ ലീഫ് അനാറ്റമിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു അനാറ്റമിയുടെ പേര് എന്താണ്? Then which is the primary carbon dioxide acceptor in this pathway? Then another question, write any one advantages of such plants over C3 plants. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സുകളൊക്കെ അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിലെ C3 സൈക്കിൾ, C4 സൈക്കിൾ, C2 സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഏത് പാത്വേയാണ്? C4 പാത്വേ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്നാണ് ഈ പാത്വേയെ അറിയപ്പെടുന്നത്. ഇനി ഇവിടെയുള്ള ഒരു പ്രത്യേകതരം അനാറ്റമി കാണപ്പെടുന്നുണ്ടല്ലേ ഇത്തരം പ്ലാന്റുകളിൽ. ഇപ്പോൾ ചോദിച്ചേക്കണം ക്യാൻ യു ഐഡൻറ്റിഫൈ എനി സ്പെഷ്യാലിറ്റി ഇൻ ദ ലീഫ് അനാറ്റമി ഓഫ് സച്ച് പ്ലാന്റ്സ്? യെസ്. വാട്ട് ഈസ് ദാറ്റ് അനാറ്റമി നെയിം? ആ അനാറ്റമിയുടെ പേരെന്തായിരുന്നു? അനാറ്റമിയുടെ പേരാണ് ക്രാൻസ് അനാറ്റമി. എന്താണ്? ക്രാൻസ് അനാറ്റമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇൻ ദിസ് പാത്വേ? ഈ പാത്വേയിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആരാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? PEP, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. ആരാണ്? PEP, phosphoenol pyruvate. Next question, write any one advantages of such plants over C3 plants. One of the advantage, lack of photorespiration. Another one of the advantage, tolerate to high temperature. These are the advantages of this type of plants over C3 plants. So the next question, the use of C14 by Melvin Calvin in algal photosynthesis studies led to the discovery of carbon dioxide fixation in green plant. കാർബൺ 14 അറിയാലോ എന്താണെന്ന്, ഒരു ഐസോട്ടോപ്പാണ് അല്ലേ. ഇവിടെ C14 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉപയോഗിച്ച് ആൽഗകളിലെ പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസിൻ്റെ പരീക്ഷണത്തിലൂടെ മെൽവിൻ കാൽവിൻ കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരീകരണം കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇൻ ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ സൈക്കിൾ. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ സൈക്കിളിൽ ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിച്ച് ആർ ദ മെയിൻ സ്റ്റേജസ് ഇൻ ദിസ് സൈക്കിൾ, ഈ സൈക്കിളിലെ മെയിൻ സ്റ്റേജസുകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് സൈക്കിൾ. ഏത് എൻസൈമാണ് ഈ ഒരു സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേജ് കാറ്റലൈസ് ചെയ്യുന്നതെന്ന്. നാലാമതായിട്ട്, വർക്കൗട്ട് ഹൗ മെനി ATP ആൻഡ് NADPH മോളിക്യൂൾ വിൽ ബി റിക്വയർഡ് ടു മേക്ക് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. എത്ര മോളിക്യൂൾ ATPയും NADPHും ആവശ്യമാണ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിനായിട്ടെന്ന് പറയുക. ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇൻ ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ സൈക്കിൾ. മെൽവിൻ കാൽവിൻ സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ടല്ലോ ആ സൈക്കിളിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? C3 സൈക്കിൾ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ C3 സൈക്കിളിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതായിരുന്നു? അവിടെ ഉണ്ടാകുന്ന ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ്, ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണ്? 3PGA അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് അവിടെ ആദ്യമുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. ഏതൊക്കെ സ്റ്റേജസുകളാണ് ഈ സൈക്കിളിലുള്ളത്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ്
റീജനറേഷൻ അല്ലേ. ഈ 3 സ്റ്റേജുകളാണ് C3 സൈക്കിളിൽ മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് സൈക്കിൾ. ഈ ഒരു സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേജ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? കാർബോക്സിലേഷൻ. അപ്പോൾ ആ ഒരു കാർബോക്സിലേഷൻ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു ആ എൻസൈമിൻ്റെ പേര്? റുബിസ്കോ. എൻസൈമിൻ്റെ പേരെന്താണ്? റുബിസ്കോ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം RUBP, കാർബോക്സിലൈസ് ഓക്സിജനൈസ് അല്ലേ. RUBP, കാർബോക്സിലൈസ് ഓക്സിജനൈസ്, അതാണ് അവിടുത്തെ എൻസൈം. ഇനി വർക്ക് ഔട്ട് ഹൗ മെനി ATP ആൻഡ് NADPH മോളിക്യൂൾ വിൽ ബി റിക്വയർഡ് ടു മേക്ക് 1 മോളിക്യൂൾ ഗ്ലൂക്കോസ്. ഇവിടെ ആവശ്യമായി വരുന്ന ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായി വരുന്ന ATPയുടെയും NADPHൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ATPയുടെ എണ്ണം 18 ATP, 18 ATPയും അതുപോലെ തന്നെ 12 NADPH മോളിക്യൂൾസും ആവശ്യമാണ്. എത്രയാണ്? 18 ATP മോളിക്യൂളുകളും 12 NADPH മോളിക്യൂളുകളും ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തുണ്ടാക്കാനായിട്ട്? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നതിനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഡിവൈഡഡ് ഇൻറ്റു 2 പ്രോസസ്. ഇൻ one process the electron emitted will return to the place from where it is emitted. ലൈറ്റ് റിയാക്ഷൻ, ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനെ 2 പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രോസസ്സിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന അതേ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? തിരിച്ച് പോകുന്നുമുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ നെയിം ഓഫ് ദീസ് 2 പ്രോസസ്സസ്. ഈ 2 പ്രോസസ്സുകളുടെയും പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനുകളിലെ 2 ഫേസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഏതൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസിൽ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഹിയർ ദ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്പോർട്ട് ഫ്രം വെയർ ടു വെയർ? PS2 ടു PS1 അല്ലേ. PS2യിൽ നിന്ന് PS1ലേക്കാണ് ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നോൺ സൈക്ലിക്കും സൈക്ലിക്കും നമ്മൾ അതിൻ്റെ ഡയഗ്രാം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സൈക്ലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് PS1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് PS1ലേക്ക് തന്നെ റിട്ടേൺ ചെയ്യപ്പെടുന്നുണ്ട്. നോൺ സൈക്ലിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പിഗ്മെൻറ്റ് സിസ്റ്റം 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിഗ്മെൻറ്റ് സിസ്റ്റം 1ലാണ് അവസാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് വെച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻസുകൾ കൊടുക്കുക. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, എക്സാമിന് ചോദിക്കുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റുബിസ്കോ ഈസ് ആൻ എൻസൈം ദാറ്റ് കാറ്റലൈസസ് 2 എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പ്രോസസ്സസ്. ഏതൊക്കെയാണ് ആ പ്രോസസ്സുകൾ? ഇൻ വിച്ച് പ്രോസസ് ദ ക്ലോറോപ്ലാസ്റ്റ് എലോൺ ഈസ് യൂസ്ഡ് ആസ് സെൽ ഓർഗനൽസ്. അടുത്തത്, ലേബൽ ദ പാർട്സ് ABCD ഓഫ് ദ ഗിവൺ ഡയഗ്രാം. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പ്രോസസ്സസ്. ഏതൊക്കെ പ്രോസസ്സുകളാണ് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്? 2 ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് carboxylation and oxygenation, because the enzyme Rubisco means RUBP, carboxylase oxygenase അല്ലേ. അതിന് കാർബോക്സിലേഷനും ഓക്സിജനേഷൻ നടത്താനുമുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ 2 ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ ആൻഡ് ഓക്സിജനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്രോസസ് ദ ക്ലോറോപ്ലാസ്റ്റ് എലോൺ ഈസ് യൂസ്ഡ് ആസ് എ സെൽ ഓർഗനൽ. ഏത് പ്രോസസ്സിലാണ് ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഒരു സെൽ ഓർഗനൽസ് ആയിട്ട് കാണപ്പെടുന്നത്? ഏതൊക്കെ പ്രോസസ്സാണ്? നമുക്ക് ഫോട്ടോസിന്തസിസ് എഴുതാം അല്ലേ. ഫോട്ടോസിന്തസിസിലല്ലേ, അല്ലെങ്കിൽ C3 സൈക്കിളോ C4 സൈക്കിളോ എന്നൊക്കെ എഴുതാം. അതൊക്കെ എന്താണ്? ഫോട്ടോസിന്തസിസിലാണ് അല്ലേ. അടുത്തത്, ലേബൽ ദ പാർട്സ് ABCD ഓഫ് ദ ഗിവൺ ഡയഗ്രാം. തന്നിരിക്കുന്ന ഡയഗ്രാം ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഡയഗ്രമാണ്. അതിൽ A എന്ന് പറയുന്ന പാർട്ട്, B എന്ന് പറയുന്ന പാർട്ട്, C ആൻഡ് D എന്ന് പറയുന്ന പാർട്ട് ലേബിൾ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയഗ്രാം നോട്ട് ചെയ്യുക. A എന്ന് പറയുന്ന പാർട്ട് ഏതാണ്? അത് സ്ട്രോമ ലാമല്ലയാണ്.
ബി എന്ന് പറയുന്ന പാർട്ട് ഏതാണ്? ഗ്രാനമാണ് അല്ലേ? ഗ്രാനം എന്ന് പറയുന്ന പാർട്ടാണ്. സി എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ഡി എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഗ്രാന്യൂളുകളാണ്. ഓക്കെ, അപ്പോൾ എ എന്താണ്? സ്ട്രോമ ലാമല്ല, ബി ഗ്രാന, സി സ്ട്രോമ ആൻഡ് ഡി എന്തായിരുന്നു? സ്റ്റാർച്ച് granule. Is it clear? Next question. C4 plants are adapted to overcome a wasteful process found in C3 plants and hence productivity and yields are better in these plants. Question A. Name the wasteful process found in C3 plants. Identify the cells involved in the C4 pathway. Write any two difference between C3 plants and C4 plants. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താ പറഞ്ഞിരിക്കുന്നത്? C4 plants are adapted to overcome a wasteful process found in C3 plants and hence productivity and yields are better in these plants. C3 പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് ഏതായിരുന്നു? C2 സൈക്കിൾ അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ അല്ലേ? ഐഡൻറ്റിഫൈ ദ സെൽസ് ഇൻവോൾവ് ഇൻ ദ C4 പാത്വേ. ഏത് സെല്ലിലാണ് ഈ C4 പാത്വേ നടക്കുന്നത്? രണ്ട് ടൈപ്പ് സെല്ലുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ക്രാൻസ് അനാറ്റമി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാറ്റമിയിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതൊക്കെയാണ് ആ സെല്ലുകൾ? ബണ്ടിൽ ഷീത്ത് സെൽ ആൻഡ് മീസോഫിൽ സെൽ. ഏതൊക്കെ സെല്ലുകളാണ്? ബണ്ടിൽ ഷീത്ത് സെൽ ആൻഡ് മീസോഫിൽ സെൽ. The next question, write any two difference between C3 plants and C4 plant. C3 പ്ലാന്റ്സിൻ്റെയും C4 പ്ലാന്റ്സിൻ്റെയും രണ്ട് ഡിഫറൻസ് എഴുതാനായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ C3 പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്രാൻസ് അനാറ്റമി കാണുന്നില്ല, എന്നാൽ C4ൽ ക്രാൻസ് അനാറ്റമി കാണുന്നുണ്ട്. ഇനി C3 പ്ലാന്റ്സിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫോസ്ഫോഗ്ലിസറൈറ്റ്, അതായത് 3PGA ആയിരുന്നെങ്കിൽ C4ലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ടാണ്. ഇനി C3 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരായിരുന്നു? RUBP ആയിരുന്നെങ്കിൽ ഇവിടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? C4ലെ PEP ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിരുന്നു ഇവിടുത്തെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക, 2-3 ഡിഫറൻസുകൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് റിയാക്ഷൻ ഈസ് അതർവൈസ് ഈസ് കോൾഡ് ഫോസ്ഫോറിലേഷൻ. Phosphorylation. Justify the statement. Locate the site of this reaction. Any two difference between cyclic photophosphorylation and non-cyclic photophosphorylation. ഇപ്പോൾ ലൈറ്റ് റിയാക്ഷനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഫോസ്ഫോറിലേഷൻ എന്നറിയപ്പെടുന്നു. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? കാരണം എന്താണ്? ഈ ഒരു പ്രോസസ്സിൽ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ATPയെ ഫോം ചെയ്യിക്കുന്നു. എന്തിൻ്റെ പ്രസൻസിലാണ്? ലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലേ? ലൈറ്റിൻ്റെ പ്രസൻസിൽ ഒരു സെല്ല് ATP സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടെ ലൈറ്റ് റിയാക്ഷനിൽ ഇവിടെ ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ്? ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ ATP രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കാം? ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് ദ സൈറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന സൈറ്റ് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലോറോപ്ലാസ്റ്റ് എഴുതിയാലും കറക്റ്റ് ആൻസർ ആണ്. ഈവൻ നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിലെ തൈലക്കോയിഡ് എന്ന് എഴുതിയാലും അല്ലെങ്കിൽ ഗ്രാന എന്ന് എഴുതിയാലൊക്കെ ആൻസർ എന്താണ്? കറക്റ്റാണ്. Okay, next question, write any two difference between cyclic photophosphorylation and non-cyclic photophosphorylation. സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഫങ്ഷണൽ? ഒൺലി PS1 ഫോട്ടോ സിസ്റ്റം 1 മാത്രമായിരിക്കും ഫങ്ഷണൽ അല്ലേ? ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് PS1ൽ നിന്ന് തിരിച്ച് PS1ലേക്കാണ് വരുന്നത് അല്ലേ? എമിറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ നോൺ സൈക്ലിക്കിൽ എങ്ങനെയാണ്? ഇലക്ട്രോൺ ട്രാവൽ ഫ്രം PS2 ടു PS1. പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് ഫോട്ടോ സിസ്റ്റം 1ലേക്കാണ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത്. അതൊരു ഡിഫറൻസ് ആണ്. ഇനി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ്? സൈക്ലിക് ആണെങ്കിൽ. നോൺ സൈക്ലിക്കിൽ എങ്ങനെയായിരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺ? അങ്ങനെയാണെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ അതിൻ്റെ ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയായിരിക്കും? നോൺ സൈക്ലിക് ഫ്ലോ ആയിരിക്കും. അതും ഒരു ഡിഫറൻസ് ആണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് കിട്ടുന്നുണ്ട്.
സൈക്ലിക്കിൽ എ ടി പി മാത്രമാണ് സിന്തസൈസ് ചെയ്യുന്നതെങ്കിൽ നോൺ സൈക്ലിക്കിൽ എന്ത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്? എ ടി പിയും എൻ എ ഡി പി എച്ചും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. Next question, light reaction and dark reactions are the two stages of photosynthesis. Where does the light reaction occur? What are its products? Comment on the role in dark reaction. എവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്? The answer is ഗ്രാന, അല്ലേ? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. വാട്ട് ആർ ഇറ്റ്സ് പ്രൊഡക്റ്റ്? എന്തൊക്കെ പ്രൊഡക്റ്റാണ് ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്? നമ്മൾ പഠിച്ചതായിരുന്നു എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച്. ഏതൊക്കെ പ്രൊഡക്റ്റാണ്? എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച്. കമന്റ് ഓൺ ദ റോൾ ഇൻ ഡാർക്ക് റിയാക്ഷൻ. കമന്റ് ഓൺ ദ റോൾ ഇൻ ഡാർക്ക് റിയാക്ഷൻ. ഈ പ്രൊഡക്റ്റുകളുടെ റോൾ എന്താണ് ഡാർക്ക് റിയാക്ഷനിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ടി പിയുടെ റോൾ എന്തായിരുന്നു? യൂസ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് 3-phosphoglyceric acid to triose phosphate and regeneration of RUBP or used as energy source, അല്ലേ? അതാണ് എ ടി പിയുടെ ഫങ്ഷൻ. ഒന്നുകിൽ അത് കൺവേർഷൻ ചെയ്യുന്നു എന്തിനെ? പി ജി എ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റീജനറേഷൻ ഓഫ് RUBP നെ റീജനറേറ്റ് ചെയ്യുന്നു. അതൊരു ഫംഗ്ഷനാണ് എ ടി പിയുടെ. അതുപോലെ എൻ എ ഡി പി എച്ചിയുടെ റോൾ എന്തായിരുന്നു? യൂസ്ഡ് ഇൻ ദ റിഡക്ഷൻ ഓഫ് 3-PGA, അല്ലേ? 3-PGA ഫോസ്ഫോഗ്ലിസറേറ്റിനെ റെഡ്യൂസ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? എൻ എ ഡി പി എച്ച് ആണ്. അതോടൊപ്പം തന്നെ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഷുഗർ ഓർ ഗ്ലൂക്കോസ്. കാർബൺ ഡൈ ഓക്സൈഡ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫോം ചെയ്യുന്നതും എന്തിൻ്റെ റോളാണ്? ഈ പറഞ്ഞ എൻ എ ഡി പി എച്ച് ടുയുടെ റോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോട്ടോ റെസ്പിറേഷൻ ഈസ് എ കേഴ്സ് ടു പ്ലാന്റ്സ്. Evaluate this statement. Find the reason for this event to take place. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്ലാന്റ്സിന് ഒരു ശാപമാണെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതായിരുന്നു ഫോട്ടോസിന്തസിസിൽ, അല്ലേ? C2 സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എ ടി പിയോ അല്ലെങ്കിൽ എൻ എ ഡി പി എച്ചോ റിലീസ് ചെയ്യുന്നില്ല. അതായത് എനർജി അവിടെ എ ടി പിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ എൻ എ ഡി പി എച്ചിൻ്റെ രൂപത്തിലോ റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് എന്താണ്? വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ റീസൺ ഫോർ ദിസ് ഈവൻറ്റ് ടു ടേക്സ് പ്ലേസ്. ഈ ഒരു പ്രതിഭാസത്തിനുള്ള കാരണം എന്താണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ആബ്സെൻസ് ഓഫ് ക്രാൻസ് അനാറ്റമി, അതൊരു റീസൺ ആണ്, അല്ലേ? ഇത്തരം പ്ലാന്റ്സുകളിൽ എന്ത് കാണത്തില്ല? ക്രാൻസ് അനാറ്റമി കാണത്തില്ല. അതുപോലെ തന്നെ C3 പ്ലാന്റ്സുകളിലാണെങ്കിൽ ഓക്സിജൻ ബൈൻഡ്സ് ടു റുബിസ്കോ ആൻഡ് ഹെൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഈസ് ഡിസ്ക്രീസ്ഡ്, അല്ലേ? C3 പ്ലാന്റ്സുകളിൽ ഓക്സിജൻ റുബിസ്കോയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഒരു പ്രോസസ്സ് വേസ്റ്റ്ഫുൾ പ്രോസസ്സൊക്കെ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അവിടെ എ ടി പിയോ എൻ എ ഡി പി എച്ചോ ഒന്നും റിലീസ് ചെയ്യാത്തതും. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് photosynthetic carbon dioxide fixation, certain plants produce PGA as a stable product. Name such plants. Who reported the pathway? What is the enzyme for the carboxylation? Name the molecule which accept carbon dioxide in such plants. ചില പ്ലാന്റ്സുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റായിട്ട് എന്ത് ഫോം ചെയ്യപ്പെടുന്നു? PGA, അല്ലേ? PGA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഓർ ഫോസ്ഫോഗ്ലിസറൈറ്റ്. നെയിം സച്ച് പ്ലാന്റ്. അത്തരം പ്ലാന്റ്സുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓഫ് കോഴ്സ് ദ ആൻസർ ഈസ് C3 സൈക്കിൾ, അല്ലേ? C3 പ്ലാന്റ്സുകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഹൂ റിപ്പോർട്ടഡ് ദ പാത്വേ? Melvin Calvin. So we can write that particular pathway reported by Melvin Calvin. Then what is the enzyme for the carboxylation? ഈ ഒരു കാർബോക്സിലേഷൻ പ്രോസസ്സിനെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? റുബിസ്കോ. RUBP കാർബോക്സിലൈസ് ഓക്സിജനൈസ് എൻസൈം ഓർ റുബിസ്കോ. നെയിം ദ മോളിക്യൂൾ വിച്ച് അക്സെപ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സച്ച് പ്ലാന്റ്സ്. ഇതിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? C3 സൈക്കിളിൽ അല്ലെങ്കിൽ C3 പ്ലാന്റ്സുകളിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഏത് മോളിക്യൂളുകളാണ്? RUBP, അല്ലേ? 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള RUBP മോളിക്യൂളുകളാണ് ഇവിടെ എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് C3, C4 ആൻഡ് C2 സൈക്കിൾ. ഓക്കെ,
The next question, given below are the scientific terms related to photosynthesis. Classify them in appropriate manner in the given table. ഇവിടെ ഒരുപാട് മോളിക്യൂളുകൾ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ടേംസുകളെന്ന് നമുക്ക് നോക്കാം. റുബിസ്കോ, റൈസ് പ്ലാന്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, മെയ്സ് പ്ലാന്റ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, 3PGA, PEP. സോ നമുക്ക് അവിടെ C3 പ്ലാന്റ്സിൻ്റെ കോളത്തിൽ എന്തൊക്കെ എഴുതാം? റുബിസ്കോ, റൈസ് പ്ലാന്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, 3PGA. അപ്പോൾ C4 പ്ലാന്റ്സിൻ്റെ കോളത്തിൽ എന്തൊക്കെ എഴുതും? അവിടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് അല്ലേ, 4 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? PEP, ഫോസ്ഫോ ഇനോൾ പൈറൂവേറ്റ്. അവിടെ ഒരു എക്സാമ്പിൾ മെയ്സ് പ്ലാന്റ്. രീതിയിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. The next question, comment on the speciality of carbon dioxide fixation in some plants adapted to tropical region. What is the anatomical peculiarity of the leaves of these plants? ട്രൈട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സുകൾ ഒരു സ്പെഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിൽ കാണപ്പെടുന്ന ഒരു അനാറ്റമിക്കൽ പെക്യുലാരിറ്റീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ക്രാൻസ് അനാറ്റമി അല്ലേ? നമുക്കറിയാം ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ അല്ലെങ്കിൽ C4 സൈക്കിളിൽ നമ്മൾ പഠിച്ചതാണ്. സച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഷോസ് എ സ്പെഷ്യൽ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് കോൾഡ് ക്രാൻസ് അനാറ്റമി which contain 2 type of cells. One is called bundle sheath cell and another one is called a mesophyll cell. Is it clear? So ഇത്രയൊക്കെ ക്വസ്റ്റ്യനുകളാണ് ഇതിനു മുമ്പത്തെ വർഷങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് C3 സൈക്കിൾ, C4 സൈക്കിൾ, C2 സൈക്കിൾ, പിന്നെ അതുപോലെ തന്നെ സൈക്ലിക്, നോൺ സൈക്ലിക് എന്ന് പറയുന്ന പ്രോസസ്സുകളും. ഇസ് ഇറ്റ് ക്ലിയർ?